الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം സൂക്ഷിച്ചും തഖ്വയോടുകൂടിയും ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരിടത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ യാത്രക്ക് വേണ്ട ആസൂത്രണങ്ങളൊക്കെ നടത്തിയിട്ടാണ് നാം യാത്ര ആരംഭിക്കുക. എപ്പോൾ പുറപ്പെടണം, എത്തിപ്പെടേണ്ട ഇടം ഏതാണ്, ഏത് രൂപത്തിലുള്ള വാഹനത്തിലാണ് യാത്ര ചെയ്യേണ്ടത്, ആ യാത്രയിൽ ആവശ്യമായ സാമ്പത്തികമായ ചെലവുകൾ എന്തെല്ലാം, എപ്പോൾ തിരിച്ചു വരും തുടങ്ങിയ ആസൂത്രണങ്ങളോടുകൂടിയാണ് അധികവും യാത്ര ചെയ്യുക. അതുപോലെ സംരംഭക രംഗത്തുള്ളവർ അവരുടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ, പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുണ്ടായ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവലോകനങ്ങൾ നടത്തും. എന്നിട്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം, പുതിയ സാമ്പത്തിക വർഷത്തിൽ ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാം തുടങ്ങിയ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നേറാറുള്ളത്. അങ്ങനെ ആസൂത്രണങ്ങൾ നടത്തി, അവലോകനങ്ങൾ നടത്തി സംരംഭക രംഗത്ത് കഴിയുന്ന ആളുകളാണ് അവിടെ അവരുടെ സംരംഭങ്ങളിൽ വിജയിക്കുന്നവരായി മാറിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന വർഷം അവസാനിക്കുവാൻ ഇനി ഒരൽപ്പം ദിനങ്ങൾ മാത്രമാണുള്ളത്. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുന്നു. ഈ സമയത്ത് നാം നമ്മുടെ ജീവിതങ്ങളിൽ ചില ആസൂത്രണങ്ങൾ, ചില അവലോകനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം
എങ്ങനെ ജീവിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എന്ത് ചെയ്തു, എന്ത് നേടി, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അവലോകനമുണ്ടാകണം. പ്രത്യേകിച്ച് പരലോകത്തേക്ക് വേണ്ടി, പാരത്രികമായ വിജയത്തിന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ സാധിച്ചിട്ടില്ല, പുതിയ വർഷത്തിൽ എന്തൊക്കെ ഞാൻ പുതുതായിക്കൊണ്ട് ചെയ്യും തുടങ്ങിയ കൃത്യമായ അവലോകനം, ആസൂത്രണം വിശ്വാസികൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രശസ്തമായ ഒരു വാക്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഹാസിബു അൻഫുസക്കും ഖബല അൻ തുഹാസിബു വസിനു അൻഫുസക്കും ഖബല അൻ തൂസനു. നിങ്ങൾക്ക് ഒരു വിചാരണ വരാനുണ്ട്. ആ വിചാരണക്ക് മുമ്പായിക്കൊണ്ട് നിങ്ങൾ സ്വയം വിചാരണ നടത്തണം. വസിനു അൻഫുസക്കും ഖബല അൻ തൂസനു. നിങ്ങൾക്കൊരു മീസാന് വരാനുണ്ട്, ഒരു കണക്ക് നോക്കൽ വരാനുണ്ട്. തുലനം ചെയ്ത് നോക്കുന്ന, നന്മയും തിന്മയും തൂക്കി നോക്കുന്ന ഒരു തൂക്കി നോക്കൽ വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ സ്വയം തുലനം ചെയ്ത് തൂക്കി നോക്കണം. വതസയ്യനൂ ലിൽ അർളിൽ അക്ബർ. ഏറ്റവും വലിയ പ്രദർശന സമയം വരാനുണ്ട്. ആ പ്രദർശന സമയത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകണം. കസൽ അക്ബർ, ഇതാകുന്നു ആ വലിയ ഏറ്റവും വലിയ പ്രദർശന രംഗം, പ്രദർശന സമയം എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹാഖയിലെ 18-ാമത്തെ സൂക്തം അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. യൗമഇദിൻ തുഅറളൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഇന്നേ ദിവസം എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന ഈ ദിവസം ഒരു നിലക്കുമുള്ള ഒരു മറഞ്ഞ കാര്യങ്ങളോ, ഒരു നിലക്കും നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളിൽ നിന്നും വിട്ടുപോയ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം വിചാരണ നടത്തേണ്ട, സ്വയം പരിശോധിക്കേണ്ട, സ്വയം തുലനം ചെയ്ത് നോക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സമയം, ഒരു നിമിഷം, ഒരു ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മിൽ നിന്നും എന്തൊക്കെയാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ മനുഷ്യരും, ഓരോ ആത്മാവും ആലോചിക്കേണ്ടത് നാളത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്, എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹശർ 18-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനനവും ഈ ജീവിതവും സംവിധാനിച്ചിട്ടുള്ളത് അത് നന്മയിൽ മുന്നേറുവാൻ വേണ്ടിയാണ്, അത് നന്മയിൽ ചെലവഴിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സംവിധാനിച്ചിട്ടുള്ളത് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും അത് പുലരുന്ന സമയത്ത് ആ ദിവസം ഇങ്ങനെ വിളിച്ചു പറയും, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, അല്ലയോ ആദമിന്റെ സന്തതി, ഇന്നമാ അൻത അയ്യാം, തീർച്ചയായും നീ എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒന്നാണ്. ഫഇദാ സഹബ യൗം സഹബ ബഅലുക്. നിന്നിൽ നിന്നും ഒരു ദിവസം കൊഴിഞ്ഞു പോയാൽ
നിന്നിൽ നിന്നും എന്തൊക്കെയാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹസനുൽ ബസരി റഹ്മഹുല്ല പറയുകയാണ്. ഒരു ദിവസം നമ്മിൽ നിന്നും കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. ഒരു വർഷം നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആയുസ് കുറയുകയാണ് ചെയ്യുന്നത്, ആയുസ് കൂടുകയല്ല ചെയ്യുന്നത്. ഹിസാബിലേക്കുള്ള വിചാരണയിലേക്കുള്ള നമ്മുടെ ദിവസം അടുക്കുകയാണ് ചെയ്യുന്നത്. ബർസഖിലേക്കുള്ള ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓരോ വർഷം കഴിയുമ്പോഴും, ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ആയുസ് കുറയുമ്പോഴും വിശ്വാസികൾ ആലോചിക്കേണ്ടത്. ഏതെങ്കിലും നിലക്ക് ഒരു വർഷമാകുമ്പോ, ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷം പുലരുമ്പോ, ഒരു വയസ്സ് കഴിഞ്ഞ് പുതിയ വയസ്സിലേക്കാകുമ്പോ ആഘോഷത്തിമിർപ്പുകളല്ല വിശ്വാസിക്ക് വേണ്ടത്. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ മാസ്മരികതയിൽ കാതടുപ്പിക്കുന്ന അശ്ലീലമായ സംഗീതങ്ങൾക്ക് ചുവട് വെച്ചുകൊണ്ട് ആർത്തുല്ലസിക്കുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. മറിച്ച് എന്റെ ആയുസ്സിൽ നിന്നാണല്ലോ ഈ ഒരു ജീവിതം, ഈ ഒരു വർഷം കഴിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളൊരു ചിന്തയായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. ഓരോ സമയങ്ങളിലും നമുക്കുണ്ടാകേണ്ട ചിന്ത അതാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നാണ് കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ഒരു സാമ്പത്തിക സമാഹരണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതുക. 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതുക. അതിൽ നിന്നും ഓരോ രൂപയും കഴിഞ്ഞു പോകുമ്പോ നമുക്ക് കൂടുതലൊന്നായിക്കൊണ്ട് സമ്പാദിക്കുവാനോ സാമ്പത്തികമായി വർദ്ധിപ്പിക്കുവാനോ കഴിയുന്നില്ല. നമ്മുടെ കയ്യിലുള്ളതാകട്ടെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞു പോകുമ്പോ നമുക്കതിൽ സന്തോഷമാണോ ഉണ്ടാവുക, ദുഃഖമാണോ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആയുസ്സിൽ നിന്നും ഒരു ആയുസ്സാണ് നമ്മളിൽ നിന്നും കുറഞ്ഞു പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ നിമിഷങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ പിറന്നാളുകളിലും, ഓരോ പുതുവർഷങ്ങളിലും വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഹസനുൽ ബസ്രി റഹ്മഹുല്ല നമ്മെ ഉണർത്തുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അദ്ദുന്യാ സലാസതു അയ്യാം. ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് വെറും 3 ദിവസങ്ങൾ മാത്രമാണ്. ഏതാണ് ആ 3 ദിവസങ്ങൾ? അമ്മ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി. അമ്മ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി. ഇന്നലെ എന്ന് പറയുന്നത് അത് നിന്നിൽ നിന്നും കഴിഞ്ഞു പോയ ഒന്നാണ്. അതിന് നിന്നിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല. ഇന്ന് ഡിസംബർ 27 നമ്മൾ എത്തി നിൽക്കുമ്പോ ഡിസംബർ 26 എന്നുള്ളത് നമ്മിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട്. 2024 ഡിസംബർ 26 ഒരിക്കലും നമ്മളിലേക്ക് കടന്നു വരികയില്ല. അത് കഴിഞ്ഞു പോയതാണ്. അതിനെ തിരിച്ചു പിടിക്കുവാൻ നമുക്കോ ഇന്നത്തെ ലോകത്തിന്റെ ഏതെങ്കിലും സാങ്കേതിക വിദ്യകൾക്കോ ഒരിക്കലും സാധിക്കാത്ത ഒന്നാണ്. ആ കഴിഞ്ഞു പോയതാണ്. നാളെ എന്നുള്ള ഒന്നുണ്ട്. പക്ഷേ ആ നാളെയിൽ നീ ഉണ്ടാകുമോ എന്ന് നിനക്കൊരു യാതൊരു ഉറപ്പുമില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു മനുഷ്യനും ഒരു ആത്മാവിനും അറിയുകയില്ല. എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നുള്ളതും ഒരു നിശ്ചയമില്ല. നാളെ എന്നുള്ളത് വരുമോ, ആ നാളെയിൽ നമ്മൾ ഉണ്ടാകുമോ, നമുക്കൊരിക്കലും അറിയുകയില്ല. എന്നാൽ ഇന്നിന്റെ ഈ നിമിഷമുണ്ടല്ലോ, ഇതാ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ നിമിഷമുണ്ടല്ലോ, അതാണ് ഫലക, അതാണ് നിനക്കുള്ളത് അതാണ്. കഴിഞ്ഞു പോയതാണ്. വരാനുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ഫഅമൽ ഫീഹി. അതുകൊണ്ട് ഈ ഇന്നിന്റെ ദിവസത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും കുറഞ്ഞ ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്ര വളരെ കുറഞ്ഞ ആയുസ്സാണ് നമ്മുടെ മുന്നിലുള്ളത്. 2025 അടുക്കുമ്പോ 2024 കഴിയുമ്പോ എത്രയോ ആളുകൾ 30 വയസ്സ് പിന്നിട്ടിരിക്കുന്നു, എത്രയോ ആളുകൾ 20 വയസ്സ് പിന്നിട്ടിരിക്കുന്നു, 40 പിന്നിട്ടിരിക്കുന്നു, 50 പിന്നിട്ടിരിക്കുന്നു, 60 പിന്നിട്ടിരിക്കുന്നു. നമ്മൾ ഇത്രയും ജീവിച്ച ജീവിതത്തിന്റെ പകുതി നമുക്കിനി ജീവിക്കാനുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലൂടെ
നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആ അംബിയ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിളൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വിചാരണ അത് അവന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിളൂൻ, അങ്ങനെ തൊട്ടടുത്ത ഹിസാബ് വിചാരണ ഉണ്ടായിട്ട് പോലും ആ ആളുകൾ, ആ മനുഷ്യർ അശ്രദ്ധയിലായിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെ ആ ഹിസാബ്, നമ്മുടെ ആ വിചാരണ നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമ്മുടെ ജീവിതം അത് അവസാനിക്കുവാൻ വേണ്ടി ഓരോ കാലചക്രം തിരിയുമ്പോഴും, ഓരോ സെക്കൻഡുകൾ പിന്നിടുമ്പോഴും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങളും കഴിയുമ്പോൾ നമ്മളിൽ നിന്നും ഓരോന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വിചാരണയിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അടുത്തുകൊണ്ടിരുന്നിട്ടും നമ്മൾ ആ വിചാരണയെക്കുറിച്ച്, നമ്മൾ ആ ഹിസാബിനെ കുറിച്ച് ബോധമുള്ളവരായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുകയും സ്വയം വിചാരണ നടത്തുകയും അപ്രകാരം നമ്മുടെ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിചാരണ നടത്തുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഏതെല്ലാം സമയങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കൊന്ന് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് അവൻ ആശിച്ചു പോകുന്ന സമയമുണ്ട്, അവൻ ആഗ്രഹിച്ചു പോകുന്ന സമയമുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മരണത്തിന്റെ സമയത്താണ്. മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കും, ഇത്രയും കാലം അശ്രദ്ധയിൽ ജീവിച്ചു, കഴിഞ്ഞ വർഷങ്ങൾ അശ്രദ്ധയിൽ ചിലവഴിച്ചു, ഇതാ ഞാൻ മരിക്കുവാൻ ഇനി എനിക്ക് ഒരൽപ്പം ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന സമയത്ത് വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അതാ മനുഷ്യന് അനുവദിക്കപ്പെട്ട ദിവസങ്ങൾ, അനുവദിക്കപ്പെട്ട സമയങ്ങൾ, ആ അനുവദിക്കപ്പെട്ട അല്ലാഹു നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. എന്നിട്ടോ അഹദകുമുൽ മൗത്ത്, ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലേക്കും മരണം കടന്നെത്തിയാൽ ഫയഖൂല, ആ സമയത്ത് ആ മനുഷ്യൻ വിളിച്ചു പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എനിക്കൊരൽപ്പം ആയുസ് റബ്ബേ നീ നീട്ടി തന്നിരുന്നുവെങ്കിൽ, ഒരൽപ്പം നിമിഷം നീ എനിക്ക് നീട്ടി തന്നിരുന്നുവെങ്കിൽ, ഈ വന്നിരിക്കുന്ന ഈ അവധി എനിക്കൊരൽപ്പം കൂടി നീട്ടി തന്ന് പിന്തിച്ചു തന്നുകൂടെ എന്ന് റബ്ബിനോട് ചോദിക്കും. എന്തിനാണ് പിന്തിപ്പിക്കുന്നത് എന്ന് മനുഷ്യൻ വിശദീകരിക്കുന്നു. ഫസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വതഖ ചെയ്യുവാൻ അവസരങ്ങൾ ഉണ്ടായി, പക്ഷേ ഞാൻ സ്വതഖ ചെയ്തില്ല. ആ സ്വതഖയൊന്ന് ചെയ്ത് ആ സ്വതഖയൊന്ന് വർദ്ധിപ്പിക്കുവാൻ വഅകും മിനസ് സ്വാലിഹീൻ, അതേപോലെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ എനിക്കൊരവസരം റബ്ബേ നീട്ടിത്തരണേ എന്ന് റബ്ബിനോട് മനുഷ്യൻ ചോദിക്കുമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അങ്ങനെ ഒരു മനുഷ്യനെ ഒരവധി വന്നെത്തി കഴിഞ്ഞാൽ ആ അവധിയിൽ നിന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നീട്ടി നൽകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലപിക്കുന്ന നേരമുണ്ട്. നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച്, ഈ കൊഴിഞ്ഞുപോയ വർഷങ്ങളെ കുറിച്ച്, ദിവസങ്ങളെ കുറിച്ച് ഓർത്തൊക്കെ വിലപിക്കുന്ന സമയങ്ങൾ നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ വ്യക്തമാക്കുന്നത്. പിന്നെയും മനുഷ്യർ ഓരോ ഘട്ടങ്ങളിലൂടെ മരണത്തിന് ശേഷം കടന്നു പോകുമ്പോ ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. മയ്യത്ത് കട്ടിലിൽ കിടന്നു പോകുന്ന അവസരത്തിൽ അതാ രണ്ട് തരത്തിലുള്ള വിലാപങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തി നല്ല നിലയിൽ ജീവിച്ച ആളുകൾ, അവര് പറയും, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണേ, കാരണം എനിക്ക് വരാനുള്ളത് നന്മയുടെ ലോകമാണ്, എനിക്ക് വരാനുള്ളത് നല്ല സന്തോഷത്തിന്റെ ലോകമാണ്, സങ്കടങ്ങളില്ലാത്ത, ഞെരുക്കങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നല്ല ലോകത്തിലേക്ക് എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് ഒരു കൂട്ടർ വിലപിക്കുമെന്നാണ്. മറ്റൊരു കൂട്ടരുടെ വിലാപത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, യാ വൈലഹാ
ഞങ്ങളുടെ നാശമേ അയിന യസ്ഹബൂന ബിഹാ, എന്നെ ചുമന്നുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ ദുനിയാവിനെ വേണ്ട വിധത്തിൽ ചെലവഴിക്കാത്ത, തന്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയ, തന്റെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തിയ, തന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയവർ അപ്രകാരം വിലപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി കൊണ്ട് മനുഷ്യൻ വിലപിക്കുന്ന രംഗമുണ്ട്, വിചാരണയുടെ ദിവസം. എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന, അള്ളാഹു ഒന്നിനോടും അനീതി കാണിക്കാത്ത, എല്ലാ വസ്തുക്കളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി കാണിക്കുന്ന വിചാരണയുടെ ദിവസം. ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലും പരലോകത്ത് പുനർജീവിപ്പിച്ചു കൊണ്ടുവന്ന് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകി തിരിച്ചു കുത്തിപ്പിച്ച് നീതി നടപ്പിലാക്കി. എന്നിട്ട് അല്ലാഹു എല്ലാ ജീവജാലങ്ങളോടും ജന്തുക്കളോടും മണ്ണായി പോകുവാൻ പറയുകയും എല്ലാവരും മണ്ണായി പോവുകയും ചെയ്യുന്ന നിമിഷം, ഇത് മനുഷ്യരെല്ലാം നാം എല്ലാം ആ വിചാരണയുടെ ദിവസം നമ്മുടെ കണ്ണുകൊണ്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാ നമ്മൾ ആ അസാബ് മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ വിലപിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരമാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നാ അൻസർനാകും അസാബൻ ഖരീബൻ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ, മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് സത്യനിഷേധികളായ, അല്ലാഹുവിനെ ധിക്കരിച്ച, ഈ ദുനിയാവിനെ പാഴ്ചെലവായി ചെലവഴിച്ച, വേണ്ട വിധത്തിൽ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാത്ത ആളുകൾ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ആ വിചാരണയുടെ ദിവസം ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് നന്മയുടെയും തിന്മയുടെയും രേഖകൾ നമ്മുടെ കയ്യിലേക്ക് വന്നെത്തിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ വിളിച്ചു പറയും, യാ വൈലതാ യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് മനുഷ്യൻ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നരകം മുഖാമുഖം കാണപ്പെടുന്ന സമയത്ത് വിലപിക്കും, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയം വിലപിക്കും, നരകത്തിൽ കിടന്ന് കത്തി അമരുന്ന സമയത്തും മനുഷ്യനൊന്ന് വിലപിക്കും, ഒന്ന് പുറത്ത് ഇട്ടിരുന്നുവെങ്കിൽ, ഒരൽപ്പം ആയുസ് നീട്ടി തന്നിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസിനികളെ, ഈ വർഷം അവസാനിക്കുമ്പോ നമ്മൾ സ്വയം വിചാരണ നടത്തുക. അള്ളാഹുവിന്റെ ഒരു വിചാരണ എത്താനുണ്ട്. ആ വിചാരണയുടെ സമയത്ത് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും. ആ വിചാരണക്ക് മുമ്പായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് വിചാരണ നടത്തുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ സംബന്ധിച്ച്, ആയുസ്സിനെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച്, എല്ലാത്തിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ അർബഇൻ عن عمره فيما أفناه وعن جسده فيما أبلاه وعن علمه ماذا عمل فيه وعن ماله من أين اكتسبه وفيما أنفعه. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരു മനുഷ്യനും കാലെടുത്ത് വെക്കുവാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ്. ഒന്നാമതായി കൊണ്ട് ചോദിക്കുന്നത് ആയുസ്സിനെ സംബന്ധിച്ചാണ്. ആയുസ്സിനെ എന്തിനു വേണ്ടി എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഒന്നാമതായി കൊണ്ട് ചോദിക്കുന്നത്. രണ്ടാമതായി കൊണ്ട് ഈ ശരീരത്തെ സംബന്ധിച്ചാണ്. ആരോഗ്യമുള്ള ശരീരം തന്നു, എന്തിനും ഏതിനും കഴിയുന്ന ശരീരം തന്നു. ഇരുന്ന് നമസ്കരിക്കുന്നതിന് മുമ്പ് നിന്ന് നമസ്കരിക്കാനുള്ള അവസരം നൽകി, കിടക്കുന്നതിന് മുമ്പ് നിന്ന് നമസ്കരിക്കുവാനുള്ള അവസരം നൽകി, ചലിക്കുന്നതിന് മുമ്പ് ജമാഅത്തുകൾക്ക് പോകാൻ കാലുകൾക്ക് സ്വാധീനം നൽകി. ഇതെല്ലാം നൽകിയിട്ടും ആ ശരീരത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വഅൻ ഇൽമിഹി
ഫീമാ അമില ഫീഹി, എന്നിട്ട് അറിവിനെ സംബന്ധിച്ച് ചോദിക്കും. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണെന്ന് അറിയുന്നവരാണ് ഞാനും നിങ്ങളും. ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് ഞാനും നിങ്ങളും. സദഖയുടെ പ്രാധാന്യം അറിയുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ അറിഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ എപ്രകാരം പ്രാവർത്തികമാക്കി എന്ന് റബ്ബ് ചോദിക്കും. അത് ചോദിക്കാതെ ഒരു കാലടി പോലും എടുത്തു വെക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വഅൻ മാലിഹി, അവസാനമായി റബ്ബ് ചോദിക്കുന്നത് സമ്പത്തിനെ സംബന്ധിച്ചാണ്. ഐനക്തസബഹു വഫീമാ അൻഫഖഹു, എന്തിനെ കുറിച്ച് സമ്പത്തിൽ ചോദിക്കും. ഇതുവരെയുള്ള 3 കാര്യങ്ങളെ കുറിച്ചും എങ്ങനെ ചെലവാക്കി എന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. പക്ഷേ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 2 ചോദ്യങ്ങൾ? ഒന്ന്, ആ സമ്പത്ത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ഉണ്ടാക്കി? തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഗാംബ്ലിംഗിൽ ചേർന്ന്, ഏതെങ്കിലുമൊക്കെ മറിമായത്തിൽ ചേർന്ന്, ഏതെങ്കിലുമൊക്കെ ചൂതാട്ടത്തിൽ ചേർന്ന്, ഏതെങ്കിലും നിലക്ക് വേർപ്പില്ലാതെ അധ്വാനിക്കുന്ന ആരെങ്കിലും പറ്റിച്ച് ചതിയും വഞ്ചനയും നടത്തി അധ്വാനിക്കുന്നതാണോ? അള്ളാഹു നിഷിദ്ധമാക്കിയതിലൂടെ അധ്വാനിക്കുന്നതാണോ? പടച്ച റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, വഫീമാ അൻഫഖഹു, എവിടെ ചെലവഴിച്ചു? ഇതുപോലും അള്ളാഹു ചോദിക്കുമെന്നാണ്. എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, ചെലവഴിക്കുന്നതിൽ പോലും സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ദർശനത്തിന്റെ വക്താക്കളാണ് നമ്മൾ, സാമ്പത്തിക വിദഗ്ധർ. ഇന്നിന്റെ കാലത്ത് പറയുന്നൊരു കാര്യമുണ്ട്, സമ്പത്തിനെ, നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കാൻ, നിങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ നിങ്ങൾ സമ്പത്തിനെ കൃത്യമായി കൈകാര്യം ചെയ്യണം, വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് ഇന്നിന്റെ സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കിയത്, എങ്ങനെ വിനിയോഗിച്ചു എന്ന്. അത് ഏറ്റവും അധികം എഴുതി വെക്കാൻ, ആ സാമ്പത്തികമായ ഭദ്രതയുണ്ടാക്കുവാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളത് നമ്മളാണ്. എന്നാൽ നമ്മൾ ആ പാഠങ്ങളിൽ നിന്നും അകന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ അറിവിനെ, നമ്മുടെ സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് നൽകിയ ഒരു വർഷം നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോ ഈ വർഷത്തിലെ പോരായ്മകൾ മാറ്റിവെച്ച് അടുത്ത വർഷത്തിൽ നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം നീട്ടി നൽകാത്ത എത്രയോ ആളുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് പലരും നമ്മുടെ കൂടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു നൽകിയ ഈ വർഷത്തെ നന്മയിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ബുദ്ധിമാൻ, ആരാണ് ബുദ്ധിയില്ലാത്തവൻ എന്ന് പഠിപ്പിക്കുന്നിടത്ത് അൽ കയ്യിസു മൻ ദാന നഫ്സുഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് അല്ലാഹു തആല ഈ ലോകത്ത് ആയുസ്സിനെ നീട്ടി നൽകുകയും ആ ആയുസ്സിനെ നാളത്തേക്ക് വേണ്ടി, മരണശേഷമുള്ള ജീവിത വിജയത്തിന് വേണ്ടി അതിനെ നേർവഴിയിലാക്കുകയും ചെയ്തവനാണ് ബുദ്ധിയുള്ളവൻ. വൽ ആജിസു മൻ അത്ബഅ നഫ്സുഹു ഹവാഹു വതമന്ന അലല്ലാഹ് അലയ്യല്ലാഹ്. എന്നാൽ ബുദ്ധിയില്ലാത്തവൻ, അജ്ഞത ബാധിച്ചവൻ, അവൻ ആയുസ് റബ്ബ് നൽകി, എന്നാൽ ആ തൻ്റെ ആയുസ്സിനെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും
റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിശാച് നമ്മുടെ മനസ്സുകളിൽ വസ്വാസുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, തിന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ രക്തധമനികളിലൂടെ സഞ്ചരിച്ച് പിശാച് തിന്മയിലേക്ക് എപ്രകാരം മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുമോ അപ്രകാരം കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ആ പിശാചിന്റെ പൈശാചികതയിൽ നിന്നും മാറി നടക്കുവാൻ, അതിൽ നിന്നും വിട്ടുനിൽക്കുവാൻ, പിശാച് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നടക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ആയുസ്സിനെ നല്ല നിലയിൽ ചെലവഴിച്ച ബുദ്ധിമാന്മാരായി നമ്മൾ മാറുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു നീട്ടിത്തന്ന ഈ ആയുസ്സിനെ വേണ്ട വിധത്തിൽ നമ്മൾ ചെലവഴിക്കണം. കഴിഞ്ഞ 365 ദിവസം നമുക്ക് ലഭിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ നന്മയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പോരായ്മകൾ മനസ്സിലാക്കി ഒരു നന്മ അധികമായി ചെയ്ത് അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയിൽ നമ്മളോടൊപ്പം നമസ്കരിച്ചിരുന്ന ഒരു ഡോക്ടർ അബ്ദുൽ കരീം, അദ്ദേഹം മരണപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം നമ്മോടൊപ്പം ജീവിച്ചവർ, നമ്മുടെ പള്ളിയിൽ നമസ്കരിച്ചവർ പലരും ഇന്നിന്റെ നേരം നമ്മോടൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളും നാളെ അവരോടൊപ്പം കടന്നു ചെല്ലാനുള്ളവരാണ്. നമ്മളും ബർസഖിന്റെ ലോകത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളവരാണ്. നാളെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഫോണുകളിലേക്ക് നമ്മൾ മരണപ്പെട്ടു എന്ന മെസ്സേജുകൾ വരാനുള്ളതാണ് എന്നുള്ള ചിന്ത നമ്മൾ എത്ര ആളുകൾക്കുണ്ട്? നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളെ പരിശോധിക്കുക. നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ കോണ്ടാക്റ്റുകൾ എടുത്ത് പരിശോധിക്കുക. നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണങ്ങൾ പരിശോധിക്കുക. അവരിൽ എത്ര ആളുകളാണ് ബാക്കിയുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അങ്ങനെ എത്ര കോണ്ടാക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഡിലീറ്റ് ചെയ്തു, എത്ര കോണ്ടാക്റ്റുകൾ നമ്മൾ ഒഴിവാക്കി, നമ്മൾ ആലോചിക്കണം. ഇതുപോലെ നമ്മുടെ കോണ്ടാക്റ്റുകളും നമ്മളെയും നമ്മുടെ സുഹൃത്തുക്കൾ അൺഫ്രണ്ട് അടിക്കുന്ന കാലം വരാനുണ്ട്, ദിവസം വരാനുണ്ട് എന്നുള്ളൊരു ഓർമ്മയിൽ നന്മയിൽ മുഴുകി ജീവിക്കുവാൻ, ഓരോ നിമിഷവും നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടർ അബ്ദുൽ കരീം, അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിന്റെ ലോകം അല്ലാഹു തആല സന്തോഷമുള്ള ബർസഖി ജീവിതമാക്കി അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മൾ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ ബർസഖിന്റെ ലോകവും അല്ലാഹു തആല സന്തോഷമുള്ള ലോകമാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ആയുസ്സിനെ നന്മയിൽ ചെലവഴിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. പൈശാചികമായ പ്രവർത്തികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുവാൻ നീയാണുള്ളത് റബ്ബേ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരിപൂർണമായ ശിഫയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നീയാണ് ശമനം നൽകുന്നവൻ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന മാനസികമായി ശാരീരികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്ക് അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് എല്ലാവിധത്തിലുള്ള സൗഖ്യം നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളോടെല്ലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്ത് ആവശ്യപ്പെട്ട എത്ര ആളുകളുണ്ട്, ആ ആളുകളുടെ സ്വാലിഹായ എല്ലാ ആവശ്യങ്ങളും റബ്ബേ നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ പരലോകത്ത് നീ ഞങ്ങൾക്കേവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന, ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരി, അവർ സുഖമില്ലാതെ കിടക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ആ അസുഖത്തിൽ നിന്നും അവർക്ക് അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة
حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.